ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ദിവസങ്ങളായി ഡൽഹിയിൽ സമര പോരാട്ടത്തിനിറങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വിജയം കണ്ടിരിക്കുന്നു. ഇത് വെറുമൊരു വിജയമല്ല, ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ചോരയും നീരും കണ്ണീരും കലർന്ന പോരാട്ടത്തിൻ്റെ വിജയമാണ്. പണവും അധികാരവും കൊണ്ട് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് മുകളിൽ അഴിമതിയുടെ കരിനീയിൽ വീഴ്ത്താൻ നോക്കിയവർക്ക് ഡൽഹിയിലെ തെരുവുകളിൽ ചോര തിളക്കുന്ന ചെറുപ്പക്കാർ കൊടുത്തത് വെറുമൊരു മുന്നറിയിപ്പല്ല, ഒരു കനത്ത തിരിച്ചടിയായിരുന്നു. നീറ്റ് പരീക്ഷയിലെ അഴിമതിക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്നും ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് വിദ്യാർത്ഥികൾ കൊടുത്തത്. ഡൽഹിയിലെ കത്തുന്ന വെയിലിനെയും പോലീസിന്റെ ലാത്തിചാർജിനെയും അടിച്ചമർത്തലുകളെയും വകവെക്കാതെ വിദ്യാർത്ഥികൾ ചങ്കുറപ്പോടെ നിന്ന് നേടിയെടുത്ത വിജയമാണിത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ദിവസങ്ങളായി ഡൽഹിയിലെ തെരുവിൽ സമര പോരാട്ടത്തിനായി ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രതിഷേധം അങ്ങനെ വിജയം കണ്ടിരിക്കുന്നു. ഇത് വെറുമൊരു വിജയമല്ല, ഇത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ ചോരയും നീരും കണ്ണീരും കലർന്ന പോരാട്ടത്തിന്റെ ചരിത്രപരമായ വിജയമാണ്. അധികാരവും അഹങ്കാരവും കൊണ്ട് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിക്ക് മുകളിൽ അഴിമതിയുടെ കരിനിഴൽ വീഴ്ത്താൻ നോക്കിയവർക്ക് മുന്നിൽ ഡൽഹിയിലെ തെരുവുകളിൽ ചോര തിളയ്ക്കുന്ന ചെറുപ്പക്കാർ വെച്ച് നീട്ടിയത് വെറുമൊരു മുന്നറിയിപ്പല്ല, ഒരു കനത്ത തിരിച്ചടിയാണ്. പരീക്ഷയിലെ അഴിമതികൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവരെ രാജ്യദ്രോഹികളെന്നും വിദേശത്തു നിന്നും ഫണ്ട് കിട്ടുന്നുണ്ട് എന്നും തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും വിളിച്ച് ആക്ഷേപിച്ചവർക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ തെരുവിൽ വിജയം കുറിച്ചിരിക്കുന്നു. ഇതൊരു അവസാനമല്ല, ഇതൊരു ഒടുക്കവുമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പ്. ജനാധിപത്യമാണ് ഏറ്റവും വലുത് എന്നുള്ള മുന്നറിയിപ്പ്. ജനാധിപത്യം മരിച്ചിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ്. നോക്കൂ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് പാവപ്പെട്ട കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് മുകളിലൂടെയാണ് പണം വാങ്ങി ചോദ്യപേപ്പർ വെച്ചത്. സംഖ്യകളെ നിങ്ങൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ ഈ യുവത്വം തെരുവിലിറങ്ങിയാൽ ഏത് വമ്പൻ സാമ്രാജ്യവും തകർന്നു വീഴുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി. ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ അധികാരവും പണവും കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി. ഡൽഹിയിലെ കത്തുന്ന വെയിലിനെയും പോലീസിന്റെ ലാത്തിചാർജിനെയും അടിച്ചമർത്തലുകളെയും ഒക്കെ വകവയ്ക്കാതെ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കോടികളുടെ ഫണ്ടുകളില്ലായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിൻബലത്തിലല്ല അവർ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ ഭരണഘടനയാണ്. നീതിക്ക് വേണ്ടിയാണ് അവർ പോരാടിയത്. ഭാവി തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ആ ഒരു വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ പോരാടിയത്. അവർക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്ത ആ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ കണ്ണീരിന്, അവരുടെ കഷ്ടപ്പാടിന് മറുപടി നൽകാനുള്ള വീര്യം മാത്രമായിരുന്നു. അധികാരികളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർ തയ്യാറല്ല. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്ന ഭരണാധികാരികൾക്കും സംഘപരിവാറിനുമുള്ള കനത്ത ഒരു താക്കീതാണിത്. പണം കൊണ്ട് നീതി വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതുന്നവർ ഒന്നോർത്തോ, ജനാധിപത്യത്തിൽ ജനങ്ങളുടെയും യുവതലമുറയുടെയും ശക്തിക്ക് മുകളിലല്ല ഒരു സിസ്റ്റവും. ഈ രാജ്യത്ത് ഇനിയും അഴിമതി നടത്താൻ തുനിഞ്ഞാൽ, പരീക്ഷാ തിരിമറികൾ നടത്തി പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ കവരാൻ നോക്കിയാൽ, അതിനെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇനിയും തെരുവുകളിലുണ്ടാവും. എന്തൊക്കെയായിരുന്നു സംഘിയുടെ വീരവാദങ്ങൾ? ഇവന്മാർ വെറും പാറ്റകളാണ്, ആ പാറ്റകളുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല, അവരെ അവിടെ നിന്നും അടിച്ചോടിക്കുമെന്നൊക്കെ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ വീരവാദം മുഴക്കിയ ഒരു സംഘികളെയും ഇപ്പോൾ കാണാനില്ല. എല്ലാവന്മാരും ഇപ്പോൾ മാളത്തിലാണ്. അല്ലെങ്കിലും ഈ സംഘികൾക്ക് ഇങ്ങനെ വീരവാദം മുഴക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. അതുമല്ലെങ്കിൽ തെറിവിളിക്കുക. തിരിച്ചു എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലോ അവനെ ഭീകരവാദിയും തീവ്രവാദിയുമാക്കുക. മാപ്പെഴുതി കൊടുക്കുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്ന പാരമ്പര്യമാണല്ലോ സംഘികൾക്ക്. അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനില്ല. ഇന്ത്യ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തരാൻ മുൻകാലങ്ങളിലെ നമ്മുടെ പൂർവികർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ
ആ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി ജീവിച്ച, ആ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത ആ സംഘികളുടെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഇതൊക്കെ നിന്റെയൊക്കെ അഹങ്കാരത്തിനും അഹംഭാവത്തിനുമുള്ള തിരിച്ചടിയാണ്. നിങ്ങൾ എത്ര തന്നെ പോലീസുകാരെ തെരുവിലേക്ക് ഇറക്കി അവരെല്ലാം നിങ്ങൾ അടിച്ചുമർത്താൻ നോക്കിയാലും, അവരുടെ തല തല്ലി പൊളിച്ചാലും ആ യുവാക്കൾ പിന്നോട്ട് പോകുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തും തോറും ശക്തിയോടെ തിരിച്ചടിക്കുന്ന, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് എന്ന് ഓരോരുത്തന്മാരും ഓർക്കുന്നത് നന്നായിരിക്കും. ജയ് ഹിന്ദ്.